ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കാടമുട്ട കൊണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ? ഇത് വളരെ ഈസിയായിട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ബിരിയാണിക്ക് വേണ്ടിയുള്ള റൈസ് റെഡിയാക്കാം. അതിനായി ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരൽപ്പം പട്ട, ഒരു സ്റ്റാർ, കുറച്ച് ഗ്രാമ്പ്, കുറച്ച് കുരുമുളക്, 2 ഏലക്ക, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെള്ളം നമുക്ക് നല്ലതുപോലെ തിളയ്ക്കാൻ വിടാം. തിളച്ച് കഴിയുമ്പോൾ നമ്മളിട്ട മസാലാസ് നമുക്ക് എടുത്ത് മാറ്റാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ബസ്മതി അരി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പകുതി വേകാകുമ്പോൾ നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചു മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 സവാള നീളത്തിൽ മുറിച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിതൊരു സ്റ്റെയിനറിലൂടെ കോരിയെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഈ എണ്ണയിൽ തന്നെ കുറച്ച് മസാലാസ് ഇട്ട് കൊടുക്കാം. കുറച്ച് പട്ട, കുറച്ച് ഏലക്ക, ഗ്രാമ്പ്, ഒരു സ്റ്റാർ, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ മസാലയുടെ ചുവയൊക്കെ മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 തക്കാളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് ചേരുന്നത് വരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറുത്ത് മാറ്റി വെച്ചേക്കുന്ന സവാള ചേർത്ത് നന്നായി ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇത് കുറച്ച് കസൂരി മെത്തിയാണ്. ഇത് നമുക്ക് 2 കൈ കൊണ്ട് തിരുമ്മി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ എഗ് ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ തരും. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന കാടമുട്ട ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 പച്ചമുളക് നീളത്തിൽ മുറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് പുതിനയില നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില മുറിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. നമുക്കിതൊരു 2 മിനിറ്റ് അടച്ച് വേവിക്കാം. നമുക്കിനി ബിരിയാണി സെറ്റ് ചെയ്യുന്നതിനായി ഒരു നോൺ സ്റ്റിക്ക് തവ വെച്ച് അതിൻ്റെ മുകളിലായി ഒരു പാൻ വെച്ചിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചേക്കുന്ന ബിരിയാണി റൈസ് ഇതിൻ്റെ മുകളിലായി പകുതി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന എഗ് മസാല ഇതിൻ്റെ മുകളിലായി ഫുള്ളും ഇട്ട് കൊടുക്കാം. ബാക്കി വന്ന റൈസ് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ മാറ്റി വെച്ചതിൽ നിന്ന് കുറച്ച് സവാള നമുക്കിതിൻ്റെ മുകളിലായി ഗാർണിഷിനായിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു 15 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ബിരിയാണിയെല്ലാം നല്ലതുപോലെ വെന്ത് നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ നന്ദി.